ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഇനി ഒരു കുഞ്ഞ് ഡിസൈൻ നമുക്ക് എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം ഞാൻ ചിത്രം നമുക്ക് ആവശ്യമായിട്ടുള്ള തുണിയിൽ നമ്മൾ ട്രേസ് ചെയ്തെടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. ട്രേസ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ സ്റ്റെം സ്റ്റിച്ച് ഉപയോഗിച്ചിട്ട് നമ്മൾ അതിൻ്റെ തണ്ടുകളൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ സ്റ്റിച്ച് ഈ ചെടികൾക്കൊക്കെ നമ്മൾ തണ്ടുകൾ തയ്ക്കാൻ വേണ്ടിയിട്ട് ഈ സ്റ്റിച്ച് ഉപയോഗിക്കുന്നത് വളരെ യൂസ്ഫുള്ളാണ്. അത് നമുക്ക് കറക്റ്റ് ഒരു പെർഫെക്ഷൻ ഫിനിഷിങ് നമുക്ക് ഈ സ്റ്റിച്ച് നമുക്ക് ചെടികൾക്ക് തുന്നുമ്പോൾ ഉപയോഗിച്ച് കുറച്ചുകൂടി ഭംഗി കൂട്ടും. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ചിത്രത്തിലെ തണ്ടുകൾ ഫുള്ളും ആ സ്റ്റിച്ച് ഉപയോഗിച്ചിട്ട് നമ്മൾ ഫിനിഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ഡിസൈൻ നമ്മൾ ചുരിദാർ കുട്ടികളുടെ ഉടുപ്പിലൊക്കെ നമ്മൾ ചുരിദാറിലാണെങ്കിൽ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന പോലെ അവിടെ ഇതിന് ഇത്ര വലിപ്പമില്ലാതെ കുറച്ച് കുഞ്ഞായിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയുണ്ടാകും. കുട്ടികളുടെ ഉടുപ്പിലാണെങ്കിൽ സെൻറ്റർ പോർഷനിലൊക്കെ വരുന്ന പോലെയോ അല്ലെങ്കിൽ ഓൾ ഓവറായിട്ട് ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന പോലെ ടോപ്പിലൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഭംഗി തരുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ ചെയ്തെടുത്ത് കഴിഞ്ഞു. അതിന് ശേഷം നമ്മൾ ലീഫ് സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. ലീഫ് ഞാൻ ചെയ്യാൻ പോകുന്നത് സാറ്റിൻ സ്റ്റിച്ചാണ് ഞാൻ ആദ്യം ഉദ്ദേശിച്ചത്. പക്ഷെ നമുക്ക് ത്രെഡ് കുറച്ചൊന്ന് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തും കുത്തിയെടുക്കാൻ ചെയ്യും. താഴെ നിന്ന് കുത്തി മേലേക്ക് കുത്തിയിറക്കി, മേലെ നിന്ന് പിന്നെ സൂചി എടുത്തിട്ട് താഴേക്ക് കുത്തിയിറക്കി, അങ്ങനെ മേലിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് സാറ്റിൻ ഫിനിഷിങ് കിട്ടും. എന്നാൽ അടിയിൽ നോക്കുമ്പോൾ നമുക്ക് ഒരു റണ്ണിങ് സ്റ്റിച്ച് പോയ പോലെ തോന്നുള്ളൂ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് നൂലധികം എക്സ്പെൻസ് വരില്ല. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെയാണ് ശരിക്കും സാറ്റിൻ സ്റ്റിച്ച് മേലെയും താഴെയും ഒരുപോലെ കവറായി വരണം. ഞാൻ ജസ്റ്റ് ത്രെഡ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു രീതി ഉപയോഗിച്ചിട്ട് അടുത്തത് നമ്മൾ ലീഫ് ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ചെയ്ത് കഴിഞ്ഞ് നോക്കിയാൽ അറിയാൻ പറ്റും. നമുക്ക് കറക്റ്റ് സാറ്റിൻ്റെ ഫിനിഷിങ് തന്നെ നമുക്ക് ഈ ഒരു സ്റ്റിച്ചിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അതിനുശേഷം പൂക്കൾ ഞാൻ ലേസി ഡേസി സ്റ്റിച്ച് ഉപയോഗിച്ചിട്ട് ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. കംപ്ലീറ്റ് ആയിട്ട് ലേസി ഡേസി സ്റ്റിച്ച് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇവിടെ ഞാൻ ഒരൊറ്റ ഇതളായിട്ട് ചെയ്തിട്ടുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് ഡബിൾ ലേസി ഡേസി ആയിട്ടും തുന്നാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം ഒരു ഇതള് തുന്നി അതിൻ്റെ തൊട്ട് മേലെ കൂടി തന്നെ ഒന്ന് കുത്തിയെടുത്ത് അടുത്ത ഇതളും തുന്നി അങ്ങനെ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഞാൻ സിംഗിൾ ലേസി ഡേസിയാണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് പൂക്കളെല്ലാം തുന്നിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം സെൻറ്റർ പോർഷനിൽ ഞാനൊരു കട്ട് ബീഡ് വെച്ചിട്ട് ഫില്ല് ചെയ്യാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഫ്രഞ്ച് നോട്ട് ഇട്ട് കൊടുക്കാം. ഞാനതിൽ കട്ട് ബീഡ് ഉണ്ടായതുകൊണ്ട് ഞാൻ അത് വെച്ചൊന്ന് ഫില്ല് ചെയ്ത് ഫിനിഷ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.